മരിച്ചാൽ മാത്രം മനുഷ്യരെക്കുറിച്ച് നല്ലത് പറയുന്ന ആളുകളാണ് മലയാളികൾ എന്നുള്ള ആ ദുഷ്പേര് മാറ്റിക്കളയാൻ വേണ്ടി ഒരാളെങ്കിലും വേണമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ചത്തു കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് നല്ലത് പറയാനുള്ള ഒരു സാഹചര്യവും ഞാൻ ഒരുക്കി തരികയില്ല. നിങ്ങൾ പെട്ടുപോകും. മരണത്തിന് മുമ്പ് ഓരോരുത്തരും പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, ഡോക്ടർ കെ സുരേഷ് കുമാർ മലയാള മനോരമയുടെ ഞായറാഴ്ച പങ്ക്തിയിൽ പറഞ്ഞതാണ്. ഡോക്ടർമാർ പറയുന്നത് അനുസരിക്കണമെന്നാണല്ലോ. സ്വാഭാവികമായിട്ടും നമുക്ക് സംസാരിക്കാം സ്വന്തം മരണത്തെക്കുറിച്ച്. മരണത്തിലേക്ക് പോകും മുന്നേ മറ്റൊന്ന് ബാക്കിയുണ്ട്. അതെ, അത് തന്നെ. അപ്പോൾ പതിവ് പോലെ ജാതി മത വർഗ വർണ്ണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദമന്യേ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നാന്തര നമസ്കാരം. ഞാൻ ഹരീഷ്, പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ. എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു, പക്ഷേ എന്തു പറയണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാതിരിക്കുമ്പോഴാണ് ഡോക്ടർ കെ സുരേഷ് കുമാറിന്റെ ഈ പ്രയോഗം ശ്രദ്ധിച്ചത്. സംസാരിക്കാം സ്വന്തം മരണത്തെക്കുറിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആരംഭിക്കുന്ന കുറച്ച് മരണകാര്യങ്ങൾ. ഡോക്ടർ കെ സുരേഷ് കുമാർ എഴുതിയത് ഞാൻ മുഴുവൻ വായിച്ചില്ല. കാരണം മരണം എന്ന് പറയുന്ന ഒരു ജീവിതാവസ്ഥയോട് എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. മരിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. മരിച്ചു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് പല നഷ്ടങ്ങളും എനിക്ക് പ്രിയപ്പെട്ട പലതും ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. എന്നെ അറിയാവുന്ന പലരും ഞാൻ കള്ളുകുടിച്ച് ചത്തുപോകുമെന്നാണ് വിചാരിച്ചിരുന്നത്. പോങ്ങൻ കുടിച്ചേ മരിക്കൂ എന്ന് പറഞ്ഞവരോട് ഞാൻ മരിക്കും, പക്ഷെ എന്റെ മരണം കുടികൊണ്ടുള്ള മരണമായിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 2020 ജാനുവരി 12 രാത്രി 11 മണിക്ക് അവസാനത്തെ പെഗ്ഗടിച്ച് വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. 2020 ജാനുവരി മാസം 13 തീയതി രാവിലെ മുതൽ ഒരു തുള്ളി കഴിക്കാത്ത, പുകവലിക്കാത്ത, സമ്പൂർണ്ണമായിട്ടുള്ള ലഹരി വിരുദ്ധനായി, വേണമെങ്കിൽ അങ്ങനെ വിരുദ്ധതയൊന്നുമില്ല എങ്കിലും ലഹരി വർജിച്ച് ജീവിക്കാൻ തുടങ്ങി ഞാൻ. സത്യം പറഞ്ഞാൽ എന്നെ അതിന് പ്രാപ്തനാക്കിയത് മരുന്നോ മന്ത്രമോ ഒന്നുമല്ല, ജീവിക്കാനുള്ള കൊതി. അത് മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങളുടെ മുന്നിലിരുന്ന് എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നത്. എന്തിനാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഞാൻ ജീവിക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് പോലും ഒരു പ്രയോജനമില്ല. പക്ഷെ മരിക്കാൻ ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എൻ്റെ ജന്മസമയത്തെ ഞാൻ വെറുക്കുന്നത്. അമർഷ ബുദ്ധിയോടുകൂടി ഞാൻ എൻ്റെ ജന്മദിവസത്തെ നേരിടുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കേണ്ടി വരും എന്ന് പറയുന്ന ആ ഒരു തോന്നൽ കൊണ്ടാണ്. തോന്നലല്ല, ആ ഒരു ബോധ്യം കൊണ്ടാണ്. സത്യമായിട്ടും എനിക്ക് ജന്മദിനം ആശംസ അർപ്പിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് കീറാൻ തോന്നും. അമ്മാതിരി കലി വരും എനിക്ക്. കാരണം ഓരോ ജന്മദിനവും നമ്മളെ മരണത്തിലേക്ക് അല്പാൽപ്പം അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്കത് ആസ്വദിക്കാൻ പറ്റില്ല. എനിക്ക് പ്രായമാകുന്നത് വാർദ്ധക്യത്തിന്റെ അവശതകൾ എന്നെ പിടിമുറുക്കും എന്നുള്ളത് കൊണ്ടല്ല. വാർദ്ധക്യം കടന്നു പോയി കഴിയുമ്പോൾ പിന്നെ അതിനപ്പുറത്തേക്ക് മറ്റൊരു ജീവാവസ്ഥ നമുക്കില്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ്. കാരണം ഞാൻ അത്രമാത്രം ഈ ഭൂമിയെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഈ പ്രപഞ്ചത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. എനിക്ക് ഏറ്റവും വിഷമം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മരണം പോലും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ മരിച്ചു എന്നുള്ള കാര്യം അറിയാത്ത ഏക വ്യക്തി നമ്മളായിരിക്കും. നമ്മളെ പരിചയമുള്ള എല്ലാവരും നമ്മളുടെ മരണം അറിയും. നമ്മുടെ അയൽവാസികൾ അറിയും, ബന്ധുക്കൾ അറിയും, സുഹൃത്തുക്കൾ അറിയും, നമ്മളോട് സ്നേഹമുള്ള ആളുകളൊക്കെ നമ്മളുടെ മരണം അറിയും. പക്ഷെ നമ്മൾ മാത്രം നമ്മൾ മരിച്ചത് അറിയില്ല. എന്തൊരു ഗതികെട്ട ഒരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു ഗതികെട്ട അവസ്ഥയാണ്. നമ്മളുടെ മരണം പോലും നമുക്ക് തിരിച്ചറിയാനുള്ള കഴിവില്ല. നമ്മളുടെ ജനനമോ നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്നില്ല. ഞാനൊന്നും ആഗ്രഹിച്ച് ജനിച്ച ഒരാളല്ല. നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. ഞാൻ ആഗ്രഹിച്ച് ജനിച്ചതല്ല. ഞാൻ ഒരു ശുപാർശയും നടത്തിയിട്ടില്ല. എനിക്ക് ജനിക്കണം, ഭൂമിയിൽ എനിക്ക് ഒരു മനുഷ്യനായി ജീവിക്കണമെന്ന് ഞാൻ ആരോടെങ്കിലും പറഞ്ഞതായിട്ട്, ഏതെങ്കിലും ഒരു ശക്തിയോട് പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. പക്ഷെ ജനിച്ചു. അതുകൊണ്ട് മാത്രമാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ജനിച്ചത് കൊണ്ട് മാത്രമാണ് മരിക്കേണ്ടിയും വരുന്നത്. മരണത്തെ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നുമില്ല, മരണത്തെക്കുറിച്ച് ആലോചിക്കാനും കഴിയുന്നില്ല. എന്നിട്ടും എനിക്ക് മരണത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഡോക്ടർ കെ സുരേഷ് കുമാർ ഒരുക്കി വെച്ചിരിക്കുന്നു ഞായറാഴ്ചയിലൂടെ. അക്ഷരാഭ്യാസം കൊണ്ട് എനിക്കുണ്ടായിട്ടുള്ള ഒരു കുഴപ്പമാണ്. മരണത്തെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത്. കാരണം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിലേക്ക് പോകും. ഇഹലോകവാസം ഗംഭീരമായിട്ട് നയിക്കുന്ന, അതായത് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ അത്യാവശ്യം മാന്യമായിട്ടൊക്കെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ജീവിച്ചു പോകുന്ന ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിനെക്കുറിച്ച് ഓരോരുത്തർക്കും ഓരോ സങ്കല്പമുണ്ട്. ഓരോ മതസ്ഥർക്കും ഓരോ സങ്കല്പമാണുള്ളത്. പക്ഷേ എൻ്റെ സങ്കല്പം എന്ന് പറയുന്നത്, വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മരിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാളല്ല, ഞാൻ ജനിച്ച് സ്വർഗത്തിലേക്ക് വന്ന ആളാണ് എന്ന് പറയുന്ന ഒരു ചിന്തയാണ് എനിക്കുള്ളത്. ഈ ഭൂമിയാണ് സ്വർഗം, ഇതല്ലാതെ മറ്റൊരു സ്വർഗമില്ല. ഞാൻ ഈ സ്വർഗത്തിലേക്ക് ജനിച്ചു വന്ന ഒരാളാണ്. എനിക്ക് ഈ സ്വർഗത്തിൽ നിന്ന് മരിച്ചു പോകേണ്ടി വരുമെന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ട്.
നിങ്ങൾ എത്ര പേർ ആകാശം നോക്കുന്നുണ്ടാകും എന്നെനിക്കറിയില്ല. ഇപ്പോൾ എല്ലാവരും തിരക്കുള്ള ജീവിതം നയിക്കുന്നവരാണ്, ആകാശം കാണുന്നില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് മരിച്ചു പോയാൽ ഏറ്റവും അധികം നഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആകാശമാണ്. ഞാൻ എല്ലാ ദിവസവും ഒരുപാട് സമയം ആകാശത്തെ കണ്ടിരിക്കും, നോക്കിയിരിക്കും. ആകാശത്തിൻ്റെ വായി നോക്കുന്നവനാണ് പോങ്ങെന്ന് വേണമെങ്കിൽ പറയാം. ആകാശത്തെ ഒരു താളായിട്ട് സങ്കല്പിച്ചാൽ, ഒരു പുസ്തകത്തിൻ്റെ താളായിട്ട് ആകാശത്തെ സങ്കല്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മേഘങ്ങളെ അതിൽ രചിക്കപ്പെട്ട അക്ഷരങ്ങളായിട്ട്, അതിൽ പതിക്കപ്പെട്ട അക്ഷരങ്ങളായിട്ടാണ് വാസ്തവത്തിൽ ഞാൻ കാണുന്നത്. ഈ മേഘസന്ദേശം എന്നൊക്കെ പറയുമ്പോൾ അത് എനിക്ക് വളരെ വേഗം മനസ്സിലാക്കാൻ സാധിക്കും. മേഘസന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങ് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ കഴിയുന്നൊരു സങ്കല്പമാണ് മേഘസന്ദേശം. മേഘങ്ങൾ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയും. എനിക്കിവിടെ ഇരുന്ന് സംസാരിക്കാൻ കഴിയുന്ന എല്ലാ ആശയങ്ങളും തരുന്നത് ആകാശമാണ്. എല്ലാ ആശയങ്ങളും ആകാശമാണ് എനിക്ക് തരുന്നത്, അല്ലാതെ അറിവല്ല. ആകാശം പകർന്നു തരുന്ന, മേഘങ്ങൾ എഴുതി തരുന്ന ആശയങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പോങ്ങനെ കേൾക്കുന്ന മനോരോഗ വിദഗ്ധരാരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ, മനഃശാസ്ത്രജ്ഞരുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ മരണത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വിഷയം അവസാനിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പറയണം. ജോലി ഇല്ലാതായിട്ട് ഏതാണ്ട് വർഷങ്ങളായി. എൻ്റെ ജീവിതത്തിൽ എന്നെ ഇതുവരെയും ജോലിയില്ലായ്മ ബാധിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുള്ളത് കൊണ്ടാണ്. നിങ്ങൾ കാണാനുള്ളത് കൊണ്ട് എനിക്ക് അത്യാവശ്യം ചെറിയ ചെറിയ വരവുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ആകാശം എന്നും കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും നിങ്ങളോട് പറയാൻ വേണ്ടത് ആകാശം എനിക്ക് തരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ എനിക്ക് തരുന്ന സമയത്തിൽ നിന്ന് ഒരു ചെറു വരുമാനം എനിക്ക് ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് മോഹങ്ങളില്ലാത്ത ഒരാളായതുകൊണ്ടും വിശപ്പ് വളരെ കുറവായി തുടങ്ങിയതുകൊണ്ടും ആഗ്രഹങ്ങൾ തീരെയില്ല എന്ന് പറയാവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയതുകൊണ്ടും സ്വാഭാവികമായിട്ട് എല്ലാ നിലയിലും എനിക്ക് ചിലവ് വളരെ കുറവാണ്. മദ്യപിക്കുന്നില്ല, മറ്റ് ചിലവുകളൊന്നുമില്ല. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെലവഴിച്ചു കൊണ്ടിരുന്ന മദ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതുകൂടി ഒഴിവാക്കി. അത് ഒഴിവാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നന്നാവണമെന്ന് പറയുന്ന ആഗ്രഹം കൊണ്ടല്ല, ജീവിക്കണമെന്ന് പറയുന്ന ആഗ്രഹം കൊണ്ടാണ്. പരമാവധി കാലം ജീവിക്കാനുള്ള ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. മരണത്തെക്കുറിച്ച്, നമ്മുടെ മരണത്തെക്കുറിച്ച് പറയണമെന്നാണ് ഡോക്ടർ കെ സുരേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്. അത് ആലോചിക്കുമ്പോഴേ ഒരു കിടുക്കമാണ്. ഞാനില്ലാതെ ഈ ലോകം പ്രവർത്തിക്കുമല്ലോ എന്ന് പറയുന്ന ഒരു വിഷമമാണ് എനിക്കുള്ളത്. അല്ലാതെ ഞാനില്ലാതെ പോകുന്നു എന്നുള്ളതല്ല. ഞാനില്ലാതാകുമ്പോഴും ഈ ലോകം ഇതുപോലെ പോകും. നമ്മുടെ വീടിൻ്റെ മുന്നിലൂടെ, ആ വഴിയിലൂടെ നിരന്തരം തിരക്കിട്ട ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. വാഹനങ്ങൾ യഥേഷ്ടം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ജീവിതം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. നമ്മൾ പിന്നീട് മരണശേഷം നമ്മളെ പരിചയമുള്ള ചില മനുഷ്യരുടെ ഓർമ്മകളിൽ അവരിലിങ്ങനെ കലർന്ന് നമ്മൾ കിടപ്പുണ്ടാവും. കുറച്ച് നാളേക്ക്, വളരെ കുറച്ച് കാലത്തേക്ക്. ചിലരിൽ നമ്മൾ കുറച്ച് കൂടുതൽ കാലം കിടക്കും, ചിലർ പെട്ടെന്ന് തന്നെ മറന്നുപോകും. എങ്കിലും മരണശേഷം നമ്മൾ മറ്റുള്ളവരുടെ ഓർമ്മകളിൽ മാത്രമാണ് ജീവിക്കുന്നതെന്നും അങ്ങനെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് നമുക്ക് യാതൊരു ഗുണവുമില്ല എന്നുമുള്ള തിരിച്ചറിവ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മയാവാൻ എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. വേണമെങ്കിൽ എനിക്ക് ഈ ജീവിതത്തെ വെറുക്കാം. അത്ര സമൃദ്ധമായിട്ടുള്ളൊരു ജീവിതമൊന്നുമല്ല ഞാൻ നയിക്കുന്നത്. പക്ഷെ എനിക്ക് ജീവിക്കാൻ കൊതിയാണ്. കാരണം ഇവിടെ ആകാശമുണ്ട്, മേഘങ്ങൾ പറയുന്ന ആശയങ്ങളുണ്ട്. അതിൻ്റെ രൂപം തന്നെ മാറുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സങ്കടങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മേഘങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെ എത്രത്തോളം അതിങ്ങനെ ചലനാത്മകമായിട്ട് അതിങ്ങനെ ആകാശത്തിൻ്റെ അടിയിലൂടെ അതങ്ങനെ നീങ്ങി പോകുന്നു, ഓരോ ആശയങ്ങൾ സമ്മാനിച്ചുകൊണ്ട്. എത്ര വേഗമാണ് അതിൻ്റെ രൂപം മാറുന്നത്, അതിൻ്റെ വേഗതയ്ക്ക് വ്യതിയാനം വരുന്നത്. നമ്മുടെ ജീവിതം പോലെ തന്നെയാണ്, അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ വലിയ ഇഷ്ടമാണ്. എനിക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഇഷ്ടമാണ്. നിങ്ങൾ നൽകുന്ന സ്നേഹവും, നിങ്ങൾ നൽകുന്ന പരിഗണനയും, നിങ്ങൾ നൽകുന്ന ചീത്തയും, നിങ്ങൾ നൽകുന്ന വെറുപ്പും, നിങ്ങൾ നൽകുന്ന എല്ലാത്തരം മനോഭാവങ്ങളും, എന്തായാലും ഈ സമൂഹത്തിൽ സഹവസിക്കാൻ കഴിയുക എന്ന് പറയുന്നത്, ഒരു സാമൂഹ്യ ജീവിയായി എനിക്ക് നിലനിൽക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഞാനത് വല്ലാതെ ആസ്വദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത്രത്തോളം ഈ സമൂഹത്തോട് ഇഷ്ടം തോന്നാൻ കാരണം നിങ്ങൾ ആരെയും പോലെയല്ല ഞാൻ ജീവിക്കുന്നത് എന്നുള്ളതുണ്ട്. കാരണം ഞാൻ ഈ സമൂഹത്തിൻ്റെ ഒരു പരിഗണന കൊണ്ട് ജീവിക്കുന്ന ഒരാളാകും. നിരന്തരം ഞാൻ സമൂഹത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു, സമൂഹത്തിൻ്റെ ഒരു നന്മയെക്കുറിച്ച് ചിന്തിക്കുന്നു, ആ സമൂഹത്തിൽ നന്മ വന്നിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു വലിയ അപാരമായിട്ടുള്ള നന്മ കൊണ്ടല്ല കേട്ടോ. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മരിക്കുന്നതിന് മുന്നേ പറയേണ്ടി വരികയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, ഞാൻ ഭയങ്കര സ്വാർത്ഥനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്നലെയും പറഞ്ഞു എന്ന് തോന്നുന്നു, ഞാൻ എപ്പോഴും പറയും ഭയങ്കര സ്വാർത്ഥനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ ഈ സമൂഹത്തെ സ്നേഹിക്കുന്നത് എൻ്റെ സ്വാർത്ഥത കൊണ്ടാണ്. ഒരു ലളിതമായിട്ടുള്ള കാര്യം പറയാം. എനിക്ക്
മറ്റുള്ളവരെ പരിഗണിക്കുന്ന ഒരു അസുഖം എന്ന് പറയുന്നത് എൻ്റെ ദേശസ്നേഹവും സ്വാർത്ഥത കലർന്നതാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അല്ലെങ്കിൽ കുറച്ച് മുന്നേ പറഞ്ഞു. അതുപോലെ തന്നെയാണ് എൻ്റെ ഈ പറയുന്ന സാമൂഹ്യ ബോധവും എൻ്റെ സമൂഹം നന്നായിരിക്കണമെന്ന് പറയുന്ന എൻ്റെ ഒരു ചിന്തയും അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ആഗ്രഹവും സ്വാർത്ഥതയിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നതാണ്. ആ സ്വാർത്ഥത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കൈവശം എനിക്കൊരു ബിരിയാണി ഇരിപ്പുണ്ട്. ബിരിയാണി എനിക്ക് വലിയ ഇഷ്ടമാണെന്ന് കൂട്ടുക. പക്ഷേ ഞാനിത് കഴിക്കാനിരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ വിശന്ന് പൊരിഞ്ഞ് മറ്റൊരാളിരിക്കുന്നുണ്ട്. എൻ്റെ സ്വഭാവം വെച്ചിട്ട് എനിക്കത് പങ്കിട്ടേ പറ്റുള്ളൂ. എനിക്കാണെങ്കിൽ ഒരു ബിരിയാണി കൊണ്ട് നിറയാൻ വയ്യാത്ത അത്രയും വിശപ്പുമുണ്ട്, ആർത്തിയുമുണ്ട്, കൊതിയുണ്ട്, വിണ്ണയുണ്ട്, വലിയ ആമാശയുണ്ട്. പക്ഷേ എതിർവശത്തിരിക്കുന്നു ഒരാൾ, വിശന്ന് പൊരിഞ്ഞിരിക്കുന്നു. എൻ്റെ സ്വഭാവം വെച്ചിട്ട് പകുതി കൊടുക്കാൻ തോന്നില്ല. പകുതി കൊടുത്താൽ അദ്ദേഹത്തിനൊന്നും ആവില്ല, എനിക്കൊന്നും ആവില്ല. എനിക്ക് ഈ ത്യാഗബുദ്ധിയുടെ ചെറിയ അസ്കിതയുള്ളത് കൊണ്ട് ഞാനിത് കൊടുക്കും. എന്നിട്ട് ഞാനിത് കൊടുത്തിട്ട് ഈ സമൂഹത്തെ എൻ്റെ വിശപ്പിൻ്റെ പേരിൽ അങ്ങോട്ട് ശപിക്കും. ഇങ്ങനൊരു കെട്ട സമൂഹം. ആ ശാപം ഈ സമൂഹത്തിനുണ്ടാവരുത്. എല്ലാവരുടെയും കയ്യിൽ ഓരോ ബിരിയാണി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ബിരിയാണി നന്നായിട്ട് കഴിക്കാം, ആസ്വദിച്ച് കഴിക്കാം, ഏമ്പക്കവും വിടാം, കിടന്നുറങ്ങാം. എൻ്റെ സ്വാർത്ഥത കൊണ്ട് തന്നെയാണ്. പക്ഷേ എൻ്റെ സ്വാർത്ഥത ഒരിക്കലും അന്യൻ്റെ അന്നം മുടക്കുകയില്ല. എൻ്റെ കൈവശം കൊണ്ട് ഞാൻ കൊടുക്കും. പക്ഷേ എന്നെ പട്ടിണി കെട്ടതിൻ്റെ പേരിൽ ഞാൻ സമൂഹത്തെ ചീത്ത പറയും. ആ ഒരു സ്വാർത്ഥതയാണ് എനിക്കുള്ളത്. എൻ്റെ ബിരിയാണി എനിക്ക് സ്വസ്ഥമായിട്ട് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവർക്കും ബിരിയാണി കഴിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്ത് സന്തോഷമായിട്ട് നമുക്ക് നമ്മുടെ ബിരിയാണി കഴിക്കാം, അല്ലേ? അപ്പോൾ സമൃദ്ധി അതെല്ലാവർക്കും ഉണ്ടാവണം, എന്നാലേ നമുക്കിത് ആസ്വദിക്കാൻ പറ്റൂ. എനിക്ക് മാത്രം സന്തോഷം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കില്ല. എൻ്റെ സ്വാർത്ഥതയിൽ അങ്ങനെയില്ല. എല്ലാവർക്കും നല്ലത് വരുമ്പോൾ ആ നന്മയുടെ അംശം എനിക്കും വേണം. എൻ്റെ പങ്ക് നന്മ. അതിനാണ് ഞാൻ ഈ കിടന്ന് കുരയ്ക്കുന്നത്. ആരെയും മാറ്റുക എന്നുള്ള ഉദ്ദേശത്തിലല്ല ഞാൻ പറയുന്നത്. ഒരു തെറ്റിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, അനീതി സഹിക്കാതിരിക്കുക, ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. പിന്നെ അർഹതയില്ലാത്തത് ആർജിച്ച് അനുഭവിക്കാൻ നിൽക്കാതെയും കൂടി ഇരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് നമുക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ മാറിയാൽ മതി, നമ്മൾ ഓരോരുത്തരും മാറിയാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ സ്വാർത്ഥത എന്ന് പറയുന്നത് സമൂഹം നന്നാവണമെന്ന് പറയുന്ന സ്വാർത്ഥതയാണ്. അങ്ങനെ നന്നായി കഴിഞ്ഞാൽ ആ നന്മ എനിക്ക് കൂടെ കിട്ടുമെന്ന് പറയുന്ന സ്വാർത്ഥതയാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ് കാട് കയറി പോവുകയല്ല ചെയ്യുന്നത്, പക്ഷേ ഇതെല്ലാം പറയേണ്ടി വരും. നല്ല സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടെങ്കിൽ നമുക്കൊക്കെ സമാധാനമായിട്ട് കഴിയാൻ പറ്റും. എല്ലാവരും സ്വസ്ഥമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ എന്ത് സന്തോഷവും സമാധാനവും ഉണ്ട്. എല്ലാ മതസ്ഥരും അവരവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളിൽ പരസ്പരം സഹായിച്ചും സഹകരിച്ചും അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുമ്പോൾ എന്ത് സുഖമാണ്, എന്ത് രസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭൂമി എന്ന് പറയുന്നത് സ്വർഗമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. ഈ ഭൂമി സ്വർഗമായിട്ട് തന്നെ നിലനിർത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ജനിച്ച് സ്വർഗത്തിലേക്ക് വന്ന നമ്മൾ സ്വർഗത്തിൽ നിന്ന് വേണം മരിച്ചു പോകാൻ, സ്വർഗത്തിലേക്കല്ല മരിച്ചു പോകേണ്ടത്. ആ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ള ഒരു ബോധ്യമാണ് ഞാനിങ്ങനെ നാവടിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ നാവടിയിലൂടെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ആകാശമാണ് ആശയം എനിക്ക് തരുന്നത്, അറിവല്ല എനിക്ക് ആശയം തരുന്നത്. എൻ്റെ അറിവിൽ നിന്നല്ല, ഞാൻ വലിയ മികവുള്ള ബുദ്ധിമാനായിട്ടുള്ള ഒരാളൊന്നുമല്ല. ഞാൻ ആകാശത്തേക്ക് നോക്കുമ്പോൾ ആകാശത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന മേഘങ്ങൾ, ആ മേഘങ്ങളിൽ നിന്നാണ് ഞാൻ ഓരോന്നും മനസ്സിലാക്കിയെടുക്കുന്നത്. ഞാൻ സ്വർഗത്തിലേക്ക് ജനിച്ചു വന്നവനാണ്. ഇത് സ്വർഗമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇതിനെ നരകമാക്കിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ ആരും തയ്യാറാവരുത് എന്ന് പറയുന്ന എൻ്റെ ആഗ്രഹത്തിൽ നിന്നാണ് ഞാൻ ഇവിടെ കിടന്ന് കുരയ്ക്കുന്നത്. ഞാൻ മതവിരോധിയല്ല, ഞാൻ വർഗീയവാദിയല്ല, ഞാൻ സാമൂഹ്യ വിരുദ്ധനല്ല. ഞാൻ സ്വർഗത്തിലേക്ക് ജനിച്ചു വന്നവനാണ്. ഈ സ്വർഗത്തെ സ്വർഗമായി നിലനിർത്തുവാനുള്ള ബാധ്യത നമ്മൾ ഓരോ വ്യക്തികൾക്കും ഉണ്ട് എന്ന് പറയുന്ന വിശ്വാസത്തിന്റെ പുറത്ത് ആ വിശ്വാസം പ്രാവർത്തികമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ള എൻ്റെ ബോധ്യവും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് കുരച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഓരോ പൗരന്റെയും ഓരോ സാമൂഹ്യ ജീവിയുടെയും ഉത്തരവാദിത്തമാണ് നമ്മളുടെ ഉള്ളിലുള്ള ആശയങ്ങൾ പങ്കിടുക എന്ന് പറയുന്നത്. നമ്മൾ ഈ സ്വർഗത്തെ കൂടുതൽ കൂടുതൽ സ്വർഗീയമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംഭാവനകൾ ഓരോ വ്യക്തികളും അവരവരാൽ കഴിയുന്ന വിധം കൊടുക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഞാനിവിടെ ഇരുന്ന് കുരയ്ക്കുന്നത് തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടാണ്. അവ ചത്തുപോകുന്നതിന് മുന്നേ, മരിച്ചു പോകുന്നതിന് മുന്നേ ഈ ലോകത്തെക്കുറിച്ചുള്ള നമ്മളുടെ സങ്കല്പങ്ങളും നമ്മളുടെ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങളും നമ്മൾ അനുഭവിച്ചതും നമ്മൾ കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ
സഹജീവികളുമായി പങ്കിടണം. ഇന്നത്തെ കാലത്ത് എന്തെല്ലാം സാങ്കേതിക വിദ്യകളുണ്ട്, സാങ്കേതിക സൗകര്യങ്ങളുണ്ട്. ഇതിന്റെ കമന്റ് ബോക്സിൽ വന്ന് ഒരു അഭിപ്രായം പറയുന്നത് പോലും ലോകത്തോട് പറയുന്നതല്ലേ, സമൂഹത്തോട് പറയുന്നതല്ലേ. നമുക്ക് എന്തെല്ലാം വഴികളുണ്ട്. ആൾക്കൂട്ടം എവിടെയാണ് കൂടുതൽ എന്നുള്ളതിന്റെ പേരിലല്ല പ്രതികരിക്കേണ്ടത്. ഒരുപാട് ആളുകൾ പിന്തുണയ്ക്കുന്ന ഒരു കാര്യം ശരിയാവണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് ഒരു ശരിയുണ്ടാവണം, നമ്മളുടെ ശരിയുണ്ടാവണം. ആ നമ്മളുടെ ശരിയാണ് പറയേണ്ടത്. അല്ലാതെ മറ്റുള്ള ഒരാൾ പറയുന്നത് കേട്ടിട്ട് ഇതാണ് ശരി, അയാൾ ബുദ്ധിമാനാണ്, അങ്ങനെയൊന്നും വേണ്ട. നമ്മുടെ ലോകത്ത് നമ്മളാണ് ദൈവം, അങ്ങനെ അങ്ങ് കരുതി കൂട്ടിയാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. അപ്പോൾ പൊതുവേ ഞാൻ ഈ പറഞ്ഞു വന്നത്, മരിക്കാനുള്ള എൻ്റെ ഇഷ്ടക്കുറവ്, ജീവിക്കാനുള്ള അപാരമായിട്ടുള്ള കൊതി, ഈ ഭൂമിയെ അനുഭവിക്കാനുള്ള എൻ്റെ ഒരു ഇഷ്ടം. കാരണം സ്വർഗസ്ഥനായ ഒരു മനുഷ്യനായിട്ട് എല്ലാ കാലവും ഈ ഭൂമിയിൽ കഴിയാൻ പറ്റിയെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്ന ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷേ എനിക്കറിയാം, മരിച്ചു പോകേണ്ടി വരും, മരിക്കും. ഞാൻ എന്നാണ് മരിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. മരിച്ചു കഴിയുമ്പോൾ എന്നെക്കുറിച്ച് ആരെങ്കിലും ഒരു നല്ലത് പറയുന്ന സാഹചര്യം ഒരുക്കരുതെന്ന് പറയുന്ന ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹത്തോടുകൂടി ജീവിതം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ഈ വക കൊള്ളരുതായ്മകളൊക്കെ ചെയ്തു കൂട്ടുന്നത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോശം മനുഷ്യനായതുകൊണ്ടാണെന്ന്. അല്ല, നിങ്ങളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കരുതെന്ന് പറയുന്ന എൻ്റെ ആഗ്രഹം കൊണ്ടാണ്. മരിച്ചവരെക്കുറിച്ച് മാത്രം നല്ലത് പറയുന്ന ഒരു സ്വഭാവമുണ്ട് നിങ്ങൾക്ക്. മരിച്ചാൽ മാത്രം മനുഷ്യരെക്കുറിച്ച് നല്ലത് പറയുന്ന ആളുകളാണ് മലയാളികൾ എന്നുള്ള ആ ദുഷ്പേര് മാറ്റിക്കളയാൻ വേണ്ടി ഒരാളെങ്കിലും വേണമല്ലോ. അപ്പം നിങ്ങൾക്ക് ഞാൻ ചത്തു കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് നല്ലത് പറയാനുള്ള ഒരു സാഹചര്യവും ഞാൻ ഒരുക്കി തരികയില്ല. നിങ്ങൾ പെട്ടുപോകും. അതുകൊണ്ട് ഞാൻ ചീത്തയാവുന്നത് പോലും, ഞാൻ തെമ്മാടിയാവുന്നത് പോലും നിങ്ങൾക്ക് വേണ്ടിയാണ്, ഈ സമൂഹത്തിന് വേണ്ടിയാണ്. മരിച്ചുപോയ മനുഷ്യരെക്കുറിച്ച് നല്ലത് പറയാതെ അതിനുവേണ്ടി നമ്മൾ മുടക്കുന്ന ഒരു ശ്രദ്ധ എന്ന് പറയുന്നത്, ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് മാന്യമായി മരിച്ചു പോകാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുക എന്ന് പറയുന്നതാണ്. പരിഷ്കൃത സമൂഹം എന്ന് പറയുമ്പോൾ ആ സമൂഹത്തിലെ പൗരന്മാർ എത്രത്തോളം മാന്യമായി അവർക്ക് മരിക്കാൻ സാധിക്കുന്നു, എത്രത്തോളം മാന്യമായി മരിക്കാനുള്ള സാഹചര്യം ഒരു സമൂഹം ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്ന ആ ഒരു ചിന്തയോടുകൂടി തന്നെ നമ്മൾ പ്രവർത്തിക്കണം. അതിനു വേണ്ടുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണം നമ്മൾ ഉണ്ടാക്കി വെക്കണമെന്ന് പറയുന്ന ഒരു ആഗ്രഹം പോകാനുണ്ട്. കാരണം പോകാനൊക്കെ ഒറ്റത്തടിയാണ്. വാർദ്ധക്യത്തിന്റെ വല്ലാത്ത അവശത ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വാർദ്ധക്യം എന്ന് പറയുന്നത് പകരുന്ന പ്രായാവസ്ഥയാണോ എന്ന് പോലും പലപ്പോഴും എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. വാർദ്ധക്യം എത്രത്തോളം അസ്വസ്ഥത നിറഞ്ഞതാണ്, വേദനാജനകമാണ് എന്ന് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ആ വാർദ്ധക്യം എന്ന് പറയുന്നതിനെ ഇപ്പം ഞാൻ അമ്മയ്ക്ക് സഹായിക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് കടന്നു പോകുന്നത്. ഞാൻ സഹായിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയാണ് പറയേണ്ടത്, നിങ്ങൾ കൂടെ ഉള്ളത് കൊണ്ട്. കാരണം അമ്മയുടെ ഡയപ്പർ അടക്കം ഞാൻ വാങ്ങുന്നതൊക്കെ നിങ്ങളുടെ സഹായം കൊണ്ടാണ്. ആ നന്ദി, ആ കൃതജ്ഞത, നന്ദി എന്നുള്ള വാക്ക് ക്ഷമിക്കുക കേട്ടോ, നന്ദിയല്ല കൃതജ്ഞത എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടാവും. ഞാൻ ഈ സമൂഹത്തോട് എപ്പോഴും കടപ്പെട്ടവനായിരിക്കും. ഞാൻ ഈ സമൂഹത്തെ വഞ്ചിക്കുകയോ ചതിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്ന ഒന്നും ഉണ്ടാവില്ല. ഒരു പണിയില്ലാതിരുന്ന കാലത്ത് യൂട്യൂബിൽ നിന്ന് എനിക്ക് തീർച്ചയായിട്ടും ജീവിക്കാൻ കഴിയുന്ന ഒരു വക ഇപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നൽകുന്ന വളരെ വിലപ്പെട്ട സമയം കാരണം മാത്രമാണ് എനിക്ക് ഇത് സാധ്യമാകുന്നത്. പ്രായമായ അമ്മയെ പരിചരിക്കാൻ എന്നെ പ്രാപ്തനാക്കുന്നത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണ്. ആകാശം നൽകുന്ന ആശയം, ആ ആശയം പങ്കിടാൻ ഗൂഗിൾ സാങ്കേതിക സാഹചര്യം ഒരുക്കി തന്നു. ഞാനത് പങ്കിടുന്നു. നിങ്ങൾ പറയുന്നത് ചീത്തയാണെങ്കിൽ പോലും, അതല്ലെങ്കിൽ എന്നോട് ഏത് തരത്തിലുള്ള മനോഭാവമാണ് നിങ്ങൾ പ്രകടിപ്പിക്കുന്നതെങ്കിൽ പോലും തീർച്ചയായിട്ടും എനിക്ക് ലഭിക്കുന്ന ഒരു പരിഗണനയായിട്ടാണത് മാറുന്നത്. അതായത് ഒരു ദേഷ്യമുള്ള ഒരു വ്യക്തി പോലും വാസ്തവത്തിൽ നമ്മളുടെ വീഡിയോ കാണുമ്പോൾ ആ വ്യക്തി പരോക്ഷമായിട്ട് എന്നെ പരിഗണിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നും വളരെ കൃതജ്ഞതയുള്ള ഒരാളായിരിക്കും, നിങ്ങളോട് കടപ്പെട്ടിരിക്കും, ഈ സമൂഹത്തോട് എന്നും ഞാൻ കടപ്പെട്ടിരിക്കും. എൻ്റെ ഭാഗത്തുനിന്ന് സമൂഹത്തിന് ദ്രോഹമാകുന്ന ഒന്നും സംഭവിക്കില്ല. നിങ്ങളെ അങ്ങോട്ട് രക്ഷപ്പെടുത്തി കളയാമെന്നും പറഞ്ഞ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരികയല്ല. എനിക്ക് നിങ്ങൾ വോട്ട് തരേണ്ട ഒരു സാഹചര്യം വരില്ല. ഞാൻ ഒരു ചാരിറ്റി പ്രവർത്തനത്തിനും വരില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് ലഭ്യമാകുന്നതിൽ നിന്ന് ഒരു പങ്ക് തീർച്ചയായിട്ടും ഇരുചെവി അറിയാതെ അർഹിക്കുന്ന ഒരു ചെറു സമൂഹത്തിന്റെ മുന്നിലേക്ക് ചെന്നോളൂ. അതും ഞാൻ ചെയ്യുന്നതല്ല, ഞാനൊരു ഇടനിലക്കാരൻ മാത്രമാണ് ആ നിലയിൽ നോക്കുമ്പോൾ. നിങ്ങൾ തരുന്ന കാഴ്ചയിലൂടെ ഗൂഗിൾ എനിക്ക് തരുന്ന വരുമാനത്തിന്റെ ഒരു പങ്ക് തീർച്ചയായിട്ടും അർഹിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് അത് എത്തും. കാരണം ഈ സമൂഹമാണ് 95% എൻ്റെ ജീവിതം നടന്നു പോകുന്നത് നിങ്ങൾ കാരണമാണ്. ഞാൻ കടപ്പെട്ടവൻ തന്നെയാണ്, കൃതജ്ഞതയുള്ളവൻ തന്നെയാണ്. പറഞ്ഞു വന്നത് ഇതാണ്, വാർദ്ധക്യം എന്ന് പറയുന്നത് പകരുന്ന ഒരു പ്രായാവസ്ഥയാണോ എന്ന് പോലും തോന്നുന്ന വിധത്തിലേക്ക് വാർദ്ധക്യം എന്നെ പിടികൂടുന്നുണ്ടോ എന്ന് ഭയക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ രോമങ്ങൾ നരച്ചെങ്കിലും മരിക്കാനുള്ള പാകമൊന്നും ആയിട്ടില്ല ഞാൻ. എൻ്റെ മനസ്സിപ്പോഴും പാലാ സെന്റ് തോമസ് കോളേജിന്റെ മൈതാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് മാറിയിട്ടില്ല. കൂട്ടുകാരനായിട്ടുള്ള ഷിനോ, അനീഷ്, അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു ആ സമയത്ത്. അവരുടെ ഒപ്പം ഞാൻ ഇപ്പോഴും സെന്റ് തോമസ് കോളേജിന്റെ മൈതാനത്ത് തന്നെയാണ്. ക്ലാസ് മുറിയിലല്ല കേട്ടോ, മൈതാനത്താണുള്ളത്. മരിക്കാൻ മാത്രം മൂത്തിട്ടില്ല. എന്നാലും എന്നെങ്കിലും ഒരിക്കൽ മരിക്കേണ്ടി വരുമല്ലോ എന്ന് പറയുന്ന ചിന്ത എന്നെ അലട്ടുന്നുണ്ട്. തൽസ്ഥിതി തുടരാൻ ഈ പ്രകൃതി തീരുമാനിച്ചാൽ ഇനി പുതിയ ആരും ഇങ്ങോട്ട് ജനിക്കുന്നുമില്ല, ഇവിടെ നിന്ന് ആരും അങ്ങോട്ടേക്ക് പോകുന്നുമില്ല. ഈ സ്വർഗം
ഇങ്ങനെ തന്നെ സ്വർഗമായി ഇതേപോലെ നിന്നു പോവുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ സംഭവിക്കുമായിരിക്കും. നമ്മളെല്ലാ മനുഷ്യരും ഒരുപോലെ പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും നമ്മൾ സന്മനസ്സോടുകൂടി സഹജീവിതം നയിക്കാനും ഒക്കെ തുടങ്ങുന്ന കാലത്ത് ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചേക്കുമായിരിക്കും അല്ലേ. പിന്നെ പ്രകൃതിക്ക് വേറെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യാനില്ല. എല്ലാവരും നല്ലവരായി മാറുകയാണ്. എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നു, സഹായിക്കുന്നു, സഹകരിക്കുന്നു. എന്തൊരു രസമായിരിക്കും ജീവിതം. അതിനകത്ത് ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, ഒന്നുമില്ല. ആരോടും ഒരു വിരോധവുമില്ലാതെ, വെറുപ്പില്ലാതെ, വിദ്വേഷമില്ലാതെ നമുക്ക് നമ്മുടെ ജീവിതം കഴിക്കാൻ പറ്റുമെങ്കിൽ, ഭയം കൂടാതെ നമുക്ക് നമ്മുടെ സഹജീവിയെ കാണാൻ സാധിക്കുമെങ്കിൽ എന്തൊരു രസകരമായിരിക്കും ഈ ലോകം. ഒരുപക്ഷെ അന്നായിരിക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ തൽസ്ഥിതി തുടരട്ടെ എന്ന് ഈ പ്രകൃതി ചിന്തിച്ചു പോകുന്നത്. ഹലോ. അതെ. ഓ എത്തിയോ? ശരി, ഇതാ വരുന്നത്. ആമസോൺ ഒരു നിമിഷം പോരാ. അൺബോക്സിംഗ് ഡ്യൂഡ് ആവാനുള്ള താല്പര്യമില്ലാത്തതുകൊണ്ട് എന്തായാലും അവസാനിപ്പിക്കാം അല്ലേ. എങ്കിലും ഒരു കാര്യം ആലോചിക്കണം. നമ്മളുടെ മരണം ഒരിക്കലും നമ്മൾ അറിയുന്നുമില്ല. നമ്മളുടെ ജനനത്തിൽ നമുക്ക് ഒരു പങ്കാളിത്തവും വഹിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് മരിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ കൈകൊണ്ട് പറ്റും. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഏത് ദുരവസ്ഥ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പോങ്ങൻ്റെ മരണം ഒരിക്കലും ആത്മഹത്യ ആയിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം എൻ്റെ ജീവിതത്തെ ഞാൻ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്, ഈ ഭൂമിയെ ഞാൻ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്, ആകാശത്തെ ഞാൻ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ ഓരോ വ്യക്തികളെയും ഞാൻ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളോടൊത്തുള്ള സഹജീവിതം എന്നെ സംബന്ധിച്ച് വലിയ ആനന്ദം നൽകുന്ന ഒരു കാര്യമാണ്. കാര്യം ഞാൻ എന്തെങ്കിലുമൊക്കെ മുഷിഞ്ഞ് വല്ലതുമൊക്കെ പറഞ്ഞു എന്ന് വരും. പക്ഷേ ഈ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് എനിക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. അത് എത്രത്തോളം കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, നിങ്ങളാരും തല്ലിക്കൊല്ലാതിരിക്കുകയും പ്രകൃതി എന്നെ കുറച്ചുകൂടി അനുഗ്രഹിക്കുകയും ചെയ്ത അല്പകാലം കൂടി ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ട് പോയാൽ മതി എന്ന് പറയുന്ന ഒരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ട്. എങ്കിലും മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, മരണത്തെക്കുറിച്ച് നമ്മൾ പറയണം. അതുകൊണ്ട് പോങ്ങൻ പറഞ്ഞു വന്നത് ഇതാണ്: പോങ്ങനെ പോലെ ഒറ്റയായി പോകുന്ന ആളുകൾക്ക് അവരുടെ ജീവിതം മതിയാക്കണം എന്ന് തോന്നുന്ന ഒരു കാലം വന്നാൽ, പ്രത്യേകിച്ച് അവശത, അങ്ങേയറ്റം ശാരീരിക അവശതകൾ വരിക, നമുക്ക് ഒന്ന് പരിചരിക്കാൻ നമുക്ക് എപ്പോഴും ആളുകളുണ്ടാവണം എന്നില്ല, ബന്ധുബലം ഉള്ളവർക്ക് പോലും ബുദ്ധിമുട്ടുള്ള ഒരു കാലത്ത് നമ്മൾ വാർദ്ധക്യത്തിലേക്ക്, അമിതമായ ഒരു വാർദ്ധക്യത്തിലേക്ക്, അതിര് കടന്ന ഒരു വാർദ്ധക്യത്തിലേക്ക് നമ്മൾ എത്തിപ്പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തോന്നുകയാണ് നമുക്ക് മതിയാക്കാം ഈ ജീവിതം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ മാന്യമായി മരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സാങ്കേതിക സഹായം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർക്കാർ തന്നെ ചെയ്തു തരേണ്ട ഒരു കാര്യമുണ്ട് എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട്. ദയാവധം എന്ന് ഞാൻ പറയുന്നില്ല അതിന്, പക്ഷേ കുറച്ചുകൂടി മാന്യമായി നമുക്ക് ഈ ലോകത്ത് നിന്ന് മടങ്ങണമെങ്കിൽ, മടങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ പിരിഞ്ഞു പോകാൻ വലിയ വേദനകളൊന്നും കൂടാതെ മാന്യമായി ഈ ലോകത്ത് നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ കൂടി ചെയ്തു തരുവാൻ പറ്റിയിരുന്നുവെങ്കിൽ അത് വലിയൊരു കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൊരു എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൊരു കാര്യം. അപ്പോഴേ നമ്മൾ പരിഷ്കൃത സമൂഹമാകുള്ളൂ. എൻ്റെ ഒരു സഹജീവി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അംശം ഞാൻ കൂടി ഉത്തരവാദിയാണ് ആ ആത്മഹത്യക്ക് എന്ന് വിചാരിക്കുന്ന, വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് മനുഷ്യൻ ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന് ചിന്തിക്കാൻ താല്പര്യമില്ല, ആലോചിക്കാൻ താല്പര്യമില്ല, അങ്ങനെ കേൾക്കാൻ താല്പര്യമില്ല. കാരണം അത് ഈ സമൂഹത്തിൻ്റെ അധപതനമാണ്. ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യേണ്ട സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് നല്ല ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഒരു പൗരൻ ആത്മഹത്യ ചെയ്യണമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സമൂഹത്തിൻ്റെ പരാജയമാണ്. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവർ പൂജ്യമാവുന്ന ഒരവസ്ഥയും, അതേ സമയത്ത് തന്നെ ജീവിതം മതി എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ ആ ജീവിതം മതിയാക്കാൻ വേണ്ടുന്നതായിട്ടുള്ള സഹായങ്ങൾ വേദന കൂടാതെ മാന്യമായി ഈ ലോകത്തു നിന്ന് പോകാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാൻ തീർച്ചയായിട്ടും ആരോഗ്യ രംഗത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് തീർച്ചയായിട്ടും സാധിക്കണം. അതിനു വേണ്ടുന്ന സഹായങ്ങൾ, അതിനു വേണ്ടുന്ന നിയമ നടപടികൾ, അതിനു വേണ്ടുന്നതായിട്ടുള്ള ചർച്ചകൾ, അതിനു വേണ്ടുന്ന ആലോചനകൾ, അതിനു വേണ്ടുന്ന നീക്കങ്ങളൊക്കെ തന്നെ നടത്താൻ നമ്മുടെ സമൂഹത്തിന് തീർച്ചയായിട്ടും സാധിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ സമൂഹം പരിഷ്കൃത സമൂഹമാകുള്ളൂ. ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നതല്ല പരിഷ്കൃതത്വം. ആത്മഹത്യ ചെയ്യാതിരിക്കാൻ ഒരു മനുഷ്യന് സാധിക്കുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹം പരിഷ്കൃത സമൂഹമാകുന്നത് എന്ന് പറയുന്ന ചിന്ത പങ്കുവെച്ചുകൊണ്ടും, ജീവിച്ചു മതി എന്ന് തോന്നുന്ന സമയത്ത് ശാരീരികമായി അത്രമാത്രം അവശനാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, പരിചരിക്കാൻ ആളില്ലാത്തൊരു ഘട്ടം വരുന്ന ഒരു സാഹചര്യത്തിൽ സ്വമനസാലെ ഈ ലോകത്തുനിന്ന് വിട്ടുപോകണമെന്ന് പറയുന്ന ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അതിനു വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് പറയുന്ന ഒരു അഭ്യർത്ഥനയും പോകാനുണ്ട്. അതും നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ സ്വാർത്ഥതയുടെ ഒരു
ഭാഗമായിട്ടുള്ള ചിന്ത തന്നെയാണ്. കാരണം ഈ സമൂഹം നന്നായിരിക്കണം എന്ന് പറയുന്നത് അതെൻ്റെ സ്വാർത്ഥതയാണ്, എൻ്റെ ദേശസ്നേഹം എൻ്റെ സ്വാർത്ഥതയാണ്. അതുപോലെ തന്നെയാണ് വയോജനങ്ങൾക്ക്, നിരാലംബരായിട്ടുള്ള ആളുകൾക്ക്, അത്താണിയില്ലാത്ത ആളുകൾക്ക്, വാർദ്ധക്യത്തിലൂടെ സ്വന്തം ജീവിതം സ്വയം അങ്ങ് നീക്കിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം എത്തുന്ന ആളുകൾക്ക് അവരുടെ ജീവിതം വേദനയില്ലാതെ സമാധാനമായി ഭയം കൂടാതെ അന്തസ്സായി അവർക്ക് ഈ ലോകത്ത് നിന്ന് മടങ്ങിപ്പോകാൻ കഴിയുന്ന സാഹചര്യങ്ങൾ കൂടി ഒരുക്കി കൊടുക്കുന്ന ഒരു സമൂഹം തന്നെയാണ് തീർച്ചയായിട്ടും പരിഷ്കൃത സമൂഹം എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ കെ സുരേഷ് കുമാർ പറഞ്ഞത് പ്രകാരം മരണസംബന്ധിയായിട്ടുള്ള എൻ്റെ ചില ആലോചനയില്ലാത്ത ചിന്തകൾ, ഒട്ടും തന്നെ കണക്കുകൂട്ടലുകളില്ലാതെ വായിൽ വന്നത്, ചിന്തകളിൽ വന്നത് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളുടെ മുന്നിൽ ഞാൻ പങ്കിടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. മരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എനിക്ക് വാചാലനാവാൻ കഴിയുന്ന തരത്തിലുള്ളൊരു വിഷയമാണ്. എൻ്റെ മൂഡ് ഒട്ടും നല്ലതല്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഇത് ഇത്ര അരോചകമായി പോയതാണ്. കുറച്ചുകൂടി രസകരമായി മരണത്തെ അവതരിപ്പിക്കാനുള്ള ഒരു പരിശ്രമം പോകൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് പറയുന്ന ഭീഷണി മുഴക്കിക്കൊണ്ടുപോകാൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. വളരെ സന്തോഷം. കാണാം. എല്ലാവർക്കും നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. ഇപ്പോൾ വാർദ്ധക്യത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഞാൻ സംസാരിച്ച വാക്കുകൾ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനപ്രയാസം തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അതുപോലെ തന്നെ എന്നെ വിളിച്ച് ആർക്കെങ്കിലും ചീത്ത പറയണം എന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ 984-684-7888.